ഓം ജന്മാദ്യസ്തേതോന്നയാതിതരദക്ഷാർത്ഥേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോ മൃഷാ ദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ചാനലായ നാദശ്രീയിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ സഹകരണത്തിലാണ് ചാനലിൻ്റെ നിലനിൽപ്പ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 19-ാം അധ്യായം ഹിരണ്യാക്ഷവധം അവസാന അധ്യായമാണ്. ഇവിടുന്ന് വേറെ വിഷയമാണ്. അപ്പം അതിൽ 13 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു വെച്ച സന്ദർഭം. ഭഗവാനും ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധമാണ്. ജഗ്രാഹ തിശികം ശൂലം ജലനലോലുപം. കത്തിച്ചൊലിക്കുന്ന ശൂലം ഹിരണ്യാക്ഷൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഭഗവാന്റെ നേരെ ധൃതരൂപായ യജ്ഞസ്വരൂപത്തെ ധരിച്ച ഭഗവാന്റെ നേർക്ക് പ്രയോഗിച്ചു. വിപ്രായാഭിചരണ്യഥ. അത്രയും വിഫലമായ ഒരു പ്രവൃത്തി എന്നുള്ളൂ. ശൂലല്ല, അതിൻ്റെ അപ്പുറത്തെ ആയുധങ്ങളല്ല. ഇനി അതിൻ്റെ അപ്പുറത്തെ ആയുധം വന്നാലും ഭഗവാനോട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വസ്തും ചെയ്യാൻ പറ്റില്ല. ചെയ്തവർ നശിക്കുന്നല്ലാണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. വിപ്രായ അഭിചരണ്യഥ. ആഭിചാരം, സംസ്കൃതത്തിൽ ആഭിചരം എന്നാണ് പറയുക. ചിലതിനൊക്കെ ദീർഘം കുറയും മലയാളത്തിൽ നിന്ന്. മലയാളത്തിൽ കൂടുകയാണത്. മലയാളത്തിൽ കൂട്ടിയിരിക്കുകയാണ് ആഭിചാരം. ചിലപ്പോൾ മലയാളത്തിലൊരു അക്ഷരം കുറച്ചിട്ടും കാണില്ല. പ്രമദവനം മലയാളത്തിൽ പറയും. സംസ്കൃതത്തിൽ പ്രമദാവനം എന്നാണ് പറയുക. പ്രമദാവനം. ഉദ്യാനം എന്ന അർത്ഥത്തിലാണ് പ്രമദവനം. വീണ്ടും പാട്ടൊക്കെ ഉണ്ട്. പ്രമദവനം സംസ്കൃതത്തിൽ പ്രമദാവനം എന്നാണ്. അപ്പോൾ അവിടെ ഒരു ദീർഘം കുറഞ്ഞു. ഇവിടെ ആഭിചാരം. അഭിചരണ്യത. ബ്രാഹ്മണരിലും ബ്രഹ്മതേജസ്സുള്ളവരിലും ഭക്തന്മാരിലും എപ്രകാരം ആഭിചാരം പ്രയോഗിക്കുന്നുവോ ഒരു വസ്തു ഉണ്ടാവില്ല എന്നാണ് ഫലം. ചെയ്തവരെ തിരിച്ചെടുക്കാത്ത കഥകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പ്രയോഗത്തിലുണ്ട്, പുരാണത്തിലുമുണ്ട്. അവർക്ക് അത് തിരിഞ്ഞെടുക്കും. അതിന് അംശമൊന്നും വേണ്ട. അപ്പം എനിക്കൊരു അറിയുന്ന ഒരാളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ ഇല്ല കേട്ടോ. ലേശരി മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പശുക്കളെയൊക്കെ കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല. അതിൽ കുറേ പശുക്കളെയൊക്കെ വളർത്തിയിരുന്നു. അതിനെ ആർക്കും കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത് പൂല്യ. അങ്ങനെ ഒരു മന്ത്രം പ്രയോഗിച്ചിട്ടാണ്. അതിൽ എന്ത് മന്ത്രവാദമാവും? ഉത്തമൊന്നുമല്ല അങ്ങനത്തേക്ക്. അയാൾ വളരെ നരകടിച്ചിട്ടാണ് അവസാനം മരിച്ചത്. വളരെ നരകടിച്ചിട്ടാണ് മരിച്ചത്. മരിച്ചിട്ടും അയാളുടെ പശുക്കൾ ഒരാളുടെ കൂടെ പോകുന്നില്ല. വല്ലാത്തൊരു അത്ഭുതമായിരുന്നത്. കെട്ടി വലിച്ച് ഏറ്റി തണ്ടിലെടുത്തിട്ടൊക്കെയാണ്. പക്ഷേ നമ്മൾ കണ്ണോട് കണ്ട പോലെയുള്ള കാര്യം കണ്ടിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതുപോലെ വിശ്വസ്തർ പറഞ്ഞതാണ്. അങ്ങനെ എത്രയാ പശുക്കളെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അയാൾ മരകടിച്ചിട്ടാണ് മരിച്ചത്. വേറെ ഉണ്ട് ഒറ്റ പോലെ. അപ്പോൾ അഭിചരൻ യഥാ. ഈശ്വരകാര്യമുള്ളവരിൽ ആഭിചാരം പ്രയോഗിക്കുക. അവർ നശിക്കണം എന്ന് വിചാരിച്ചാൽ കൂടി മതി എന്നാണ്. ആര് നശിക്കും? ആ വിചാരിച്ചവരാണ് നശിക്കുക. അതേപോലെ ഈ ഉദാഹരണത്തിൽ കൂടെ കാര്യങ്ങളിലേക്കും വരണമല്ലോ. തദോജസ ദൈത്യമഹാബട അർപ്പിതം ചകാസ ദന്തസ ഗന്ധഖ ഉദീർണദീതി ചക്രേണ ചിച്ഛേദ നിശാതനേമിന ഹരിർ യഥാ താക്ഷ്യപതത്രമുച്ചിതം. തഥാ അപ്പോൾ ഓജസ ശക്തിയോടുകൂടിയ അസുരനാൽ അയക്കപ്പെട്ട എന്ത്? അന്തഖേ ആകാശമധ്യത്തിൽ അത്യന്തം വ്യാപിച്ച അതിനെ. ഏതിനെ? ശൂലത്തിനെ. ബാക്കി ശൂലത്തിൻ്റെ വിശേഷണമാണ്. ശൂലം എന്നുള്ള വാക്കിന് തന്നെ ഇവിടെ പ്രയോഗിച്ച തത് എന്നേ ഉള്ളൂ. പ്രോനോ നേരത്തെ പറഞ്ഞല്ലോ ശൂലം. ഇവിടെ അതിനെ. പിന്നെ ബാക്കി വിശേഷണമാണ്. എന്ത്?
എന്തൊക്കെയാണ് ശൂലത്തിൻ്റെ വിശേഷണം ഇവിടെ പറഞ്ഞത്? ദൈത്യ മഹാഭടാർപ്പിതം, ദൈത്യന്മാരിൽ മഹാഭടനായ അവനാൽ അയക്കപ്പെട്ടത്. നമ്പർ 1 ശൂലം അവനാൽ അയക്കപ്പെട്ടതാണ്. പിന്നെയോ അന്തഖേ ഖം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതും. കയ്യിൽ നിന്ന് അങ്ങോട്ട് എറിഞ്ഞാൽ കയ്യിലല്ലല്ലോ നിൽക്കുക, കുത്താൻ നോക്കുമ്പോൾ അത് ആകാശ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഉദീർണ ധീ ഇവിടെ അക്ഷരം നോക്കൂ, ദീ എന്ന് പറഞ്ഞാൽ മൃദുവാണ്, ദീ ഗദ എന്നുള്ള ദീ. പിന്നത്തത് ഘോഷമാണ് ദീ. പിന്നത്തെ തീ ഖരമാണ്. അക്ഷരങ്ങൾ 5 ക ഖ ഗ ഘ ങ. ക എന്ന് പറഞ്ഞാൽ ഖരം, ഖ എന്ന് പറഞ്ഞാൽ അധികരം, ദ എന്ന് പറഞ്ഞാൽ മൃദു, ഥ എന്ന് പറഞ്ഞാൽ ഘോഷം, പിന്നെ അനുനാസികം. അങ്ങനെ 4ആയിട്ടാണ് വരിക. അനുനാസികം ഇതിൽ പെട്ടതേ ആവില്ല, വേറൊന്നായിട്ടാണ് വരിക. കായുടെ അനുനാസികയാണ് അങ്ങനെ എന്ത് പോട്ടെ, അതൊക്കെ ശബ്ദശാസ്ത്രമാണ്, ഫോണസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ ഉദീർണ ദീ ധീ തീ 3 വന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം മൃദുവും കരവും അധികാരമൊന്നും ഇല്ല ആൾക്കാർക്ക്. പരണിയും ഭരണിയും ബാലനും ഒക്കെ ഒന്നാ. പണ്ടൊക്കെ തന്നെ അട്ടി കിട്ടിയിട്ട് പഠിക്കുക. ക ഖ ഗ ഖ ങ. ഖ എന്ന് പറയണ പോലെ ഖ എന്ന് പറയാൻ പാടില്ല. മേഘം, മഖം എന്നാൽ കുറച്ചും കൂടി അധികരാണ്. മേഘം കുറച്ചതാണ്. നഗം അല്ല താനും. കണ്ടോ, 4 പ്രൊനൗൺസിയേഷനാണ്. ക ഖ ഗ ഖ ങ. അപ്പം ഖായും ഖായും വ്യത്യാസമുണ്ട്. ഗ വീണ്ടും വ്യത്യാസം വന്നു. അപ്പം ഇങ്ങനത്തെ സമയത്തൊക്കെ അതും കൂടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഉദീർണ ദീ ധീ തി, ഉദീർണ ദീ ധി തി. ചകാസത്ത് അത്യന്തം വ്യാപിച്ച കാന്തിയോടുകൂടെ ശോഭിക്കുന്നത്. പണ്ട് ഇങ്ങനെയൊക്കെയാണ് ഒരു ശ്ലോകം പഠിക്കുക. അതിലെന്തൊക്കെ അക്ഷരങ്ങളുണ്ട്, അതെങ്ങനെയൊക്കെ വരേണ്ടത്, ക്രിയ ഏത്, അതുപോലെ സർവനാമം ഏത്, കർത്താവ് ഏത്, ഓബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം ഏത്, പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് ആണോ, വീണ്ടും വായിക്കണം അതൊക്കെ പറയണം, വീണ്ടും വായിക്കണം അതൊക്കെ പറയണം, അതിൻ്റെ അർത്ഥം നമ്മൾ പറയണം, തെറ്റിയാൽ 2ാമത് പറയണം, ശരിയാവണ വരെ പറയിപ്പിക്കും. ചുരുക്കം ഒരു ശ്ലോകം പറയുമ്പോഴേക്കും അത് കാണാപ്പാടാവും. ആ ശ്ലോകം നമ്മൾ ശരിക്കാണ് പറയുമ്പോഴേക്കും അത് കാണാപ്പാടാവും. അത്ര പ്രാവശ്യം പറഞ്ഞിട്ടേ അടുത്ത ശ്ലോകത്തിൽ. ഒരു ശ്ലോകം 2 ശ്ലോകമൊക്കെ ഒരു ദിവസം പഠിക്കുന്നേ ഉള്ളൂ. ആ പഠിപ്പിൻ്റെയൊക്കെ ഒരു കേമത്വം വേറെ തന്നെയാണ്. നമുക്കിപ്പോഴും അങ്ങനെ അന്വയിച്ച് പറയാനൊന്നും അറിയില്ല, കാരണം അതൊക്കെ മറന്നു. പഠിച്ചിട്ട് കുട്ടിക്കാലത്ത് ലേശമൊക്കെ നോക്കി എന്നല്ലാണ്ട്. നിഷാദനേമിന മൂർച്ചയുള്ള ചക്രത്തോടുകൂടി ഒരു ശ്ലോകം പഠിച്ചുമ്പോഴേക്കും അത് കാണപ്പെടുക. ഉദീർണ ദീഥിതി ചകാസത്ത്, ആ ശൂലം ആകാശത്ത് വ്യാപിച്ച കാന്തിയോടുകൂടിയായിരുന്നു. അങ്ങനെ ശോഭിക്കുന്നതുമായ തത്ത് എന്ന ശൂലം, അതിനെ നിഷാദനേമിന ചക്രത്താൽ, നിഷാദനേമി, നേമി എന്ന് പറഞ്ഞാലാണ് ചക്രം. അപ്പം നിഷാദം എന്ന് പറഞ്ഞാൽ അതിമൂർച്ചയുള്ള ആ ചക്രം എത്ര ആളുകളെ സംഹരിച്ചിരിക്കുന്നു. അതിമൂർച്ചയുള്ള ചക്രത്തിൻ്റെ മുമ്പിൽ പെട്ട കഴിഞ്ഞു കഥ. ഉർവാസാവും കൂടി പേട്ടിച്ച് 3 ലോകത്തിലോടി അതിന് രക്ഷ കിട്ടാൻ. 3 തപസ്സികളൊന്നും ചക്രത്തിന് നോട്ടമില്ല എന്നാണ്. അത്രയധികം അതിനിശിതമൂർച്ചയുള്ള നിഷാദനേമിന ഹരി, യജ്ഞവരാഹമൂർത്തിയായ ഹരി ഭഗവാൻ. ഉച്ചിതം താർക്ഷ്യം, ഉപേക്ഷിക്കപ്പെട്ട ഗരുഡൻ്റെ ഒരു തൂവലിനെ എന്ന പോലെ ഛേദിച്ചു. ഗരുഡനുടെ തൂവൽ ശരീരത്തിൽ നിന്ന് പോരും. ചിലപ്പോൾ പറക്കുമ്പോൾ പക്ഷികൾക്കൊക്കെ പൊതുവേ ഉണ്ടല്ലോ തൂവൽ അടർന്നു വീഴുക. അത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് അതിഗംഭീരമായിട്ടുള്ള ശൂലത്തെ കടാന്ന് ഛേദിച്ചിട്ടു. കഷ്ണമായിട്ട് ആ ശൂലം പതിച്ചു. മഹാഭടനായിരിക്കുന്ന ഹിരണ്യാക്ഷനാൽ വിന്യസിക്കപ്പെട്ടതും ആകാശത്തിൽ ശോഭിക്കുന്നതും ചകാസ ശോഭിക്കുന്നതും ആയ ആ ശൂലത്തെ ഭഗവാൻ തൻ്റെ മൂർച്ചയുള്ള നിശിതമായ ചക്രത്താൽ ഛേദിച്ച് ഒരു തൂവല് താഴത്തേക്ക് വീഴ്ത്തണ പോലെ അതാ വീഴ്ത്തി. തദോജസ ദൈത്യ മഹാഭടാർപ്പിതം, മഹാഭടൻ ദൈത്യൻ്റെ വിശേഷണമാണ്, അവിടനാണ്. അർപ്പിതം ചകാസദന്തക്ക ഉദീർണദീതിഥി, ഉദീർണദീതിഥി ചകാസ് വ്യാപിച്ച കാന്തിയോടുകൂടിയ, ദീതി എന്ന് പറഞ്ഞാൽ കാന്തിയാണ്.
ചകാസദന്തസ്ഥ ഉദീർണദീതിഥി കാന്തിയോടുകൂടി ഉലം മിനി തിളങ്ങുണ്ടല്ലോ. ചക്രേണ ചിച്ഛേദ ചക്രത്താൽ ഛേദിച്ചു. എങ്ങനത്തെ ചക്രം? ചക്രത്തിൻ്റെ വിശേഷണമാണ് നിശാതനേമിന, രൂക്ഷമായിട്ടുള്ള മൂർച്ചയുള്ള. ഏതുപോലെ ഹരിര്യഥാ താക്ഷ്യപതത്രമുച്ചിതം, തൂവലിനെ, ഉപേക്ഷിക്കപ്പെട്ട തൂവലിനെ ഭഗവാൻ ഛേദിക്കുന്നത് പോലെ. പതത്രം ഒരു ഉപേക്ഷിക്കപ്പെട്ട ചിറക് എന്ന പോലെ. പണ്ട് ദേവന്മാരെ ജയിച്ചിട്ട് ഈ അമൃതകുംഭം കൊണ്ടുവരുന്ന സംഗതി ഉണ്ടായിട്ടുണ്ട് പണ്ട്. ഗരുഡൻ അമൃതം കൊണ്ടുവരേണ്ട ഒരു ഘട്ടം കഥ കുറേയുണ്ട്, പറയുന്നില്ല. അപ്പോൾ അമൃതം കൊണ്ടുവരുമ്പോൾ ഗരുഡൻ്റെ നേർക്ക് ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു. അവർ തൂവൽ ഇട്ട് കൊടുത്തു. ചിറകിൽ നിന്നെടുത്ത ഒരു തൂവലാണ് കൊടുത്തത്. അതിനെ വജ്രായുധം മുറിച്ചു എന്നല്ലാണ്ട് ഭഗവാനെ തൊടാൻ, ഗരുഡനെ തൊടാൻ പറ്റിയില്ല. ഈ ദേവലോകത്ത് നിന്ന് ഈ അമൃതം കൊക്കല്ല കാണാതെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇന്ദ്രൻ കണ്ടു. ഈ ഇന്ദ്രൻ കണ്ടപ്പോൾ ഗരുഡനെ കൊല്ലാൻ നോക്കി വജ്രായുധം കൊണ്ട്. അപ്പോൾ ഒരു തൂവൽ കൊടുത്തു ഗരുഡൻ, ഇതിനെ കണക്ക് ഛേദിച്ചോ, എന്നെ നിന്ന് കണക്ക് തൊടാൻ കിട്ടില്ല, ഞാനേ എൻ്റെ ഭഗവാന്റെ വാഹനമാണ്, ഭഗവാന്റെ ഒരു രക്ഷ ഉണ്ടാവുമല്ലോ. ഒരു തൂവൽ വിട്ടുകൊടുത്തു. എൻ്റെ വജ്രായുധമൊക്കെ ഇതിനെ ഛേദിക്കാനേ പറ്റൂ, എന്നെ ഛേദിക്കാൻ നീ ആയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ദ്രൻ്റെ വജ്രായുധത്തെ നിസ്സാരമാക്കിയതുപോലെ ഭഗവാൻ ഈ ശൂലത്തെ നിസ്സാരമാക്കി. വൃക്കണയെ സുശൂലെ വൃക്കേണ എന്നില്ല കേട്ടോ, വൃക്കണയെ ഇപ്പോൾ അവിടെയൊക്കെ വൃക്കേണ എന്നൊക്കെ വായിക്കുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ടെന്നുണ്ട്. പറഞ്ഞല്ലോ വൃക്കണയെ മുറിക്കപ്പെട്ട. വൃക്കണയെ സ്വശൂലേ ബഹുധാരിണാഹരോ ഹരേ ബഹുധാരിണാഹരേ പ്രത്യേക വിസ്തീർണമുരോ വിഭൂതിമത് പ്രവൃദ്ധരോഷസ കഠോരമുഷ്ടിന നദൻ പ്രകൃത്യാന്തരധീയതാസുര. ഈ ചില ആൾക്കാരുണ്ട് ഈ കാര്യങ്ങൾ നേരെ നടക്കില്ല എന്ന് കണ്ടാൽ വളഞ്ഞ വഴി പ്രയോഗിക്കുക. ഉദ്യോഗത്തിനാച്ചാൽ കൈക്കൂലി കൊടുക്കുക, ബാക്ക് ഡോർ കൂടെ കിടക്കുക. അസുരന്മാരുടെ സ്വഭാവമാണത്. നേരെ ജയിക്കാൻ പറ്റില്ല വെച്ചാൽ വളഞ്ഞ വഴി, എങ്കിൽ വളഞ്ഞ വഴി എന്ന പോലെ അസുരൻ ചില മായാപ്രയോഗത്തെ, കാരണം നേരം പോലെ ഭഗവാനോട് ജയിക്കാൻ പറ്റില്ല എന്നവന് മനസ്സിലായി. ഹരേ അരിണ, ഇവിടെ അരി എന്നുള്ള വാക്കിന് ചക്രം എന്നാണ് അർത്ഥം. പീതാംബരം കരവിഴാടുന്ന സംഘടനയിൽ ചില ഹരി എന്നുള്ള വാക്ക് പ്രയോഗിക്കുക. ശംഖാരി വാരിജഗത പരിഭാസിതേന, നാരായണീയത്തിൽ തന്നെ അവതാരം വർണ്ണിക്കുക. ശംഖാരി, ശംഖ അരി വാരിജം താമര, വാരിജഗതേന, ശംഖം അരി വാരിജം ഗത, വാരിജം താമര ഗത, അരി പറഞ്ഞ ചക്രം, അരിണ ചക്രത്താൽ, ബഹുത വൃക്കണേ. എങ്ങനെ പറയണമെന്ന് വെച്ചാൽ മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വാക്കുകളുമായിട്ടൊരു ബന്ധം കിട്ടിയാൽ വായിക്കുമ്പോൾ തെറ്റ് കുറയുകയും ചെയ്യും, എളുപ്പമുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുഴുവൻ പഠിച്ച് അങ്ങനെയാവണം വെച്ചിട്ടല്ല കേട്ടോ പറയണം. വാക്കെന്താണെന്ന് അറിഞ്ഞ് വായിക്കുമ്പോൾ പാരായണം എളുപ്പവും ആവും, തെറ്റുകൂടാതെയാവും. അരീണ എന്നറിഞ്ഞ് വായിക്കുമ്പോൾ കുറച്ച് ശക്തി കൂടുതലുണ്ട്, ഗുണം. എന്തോ അരീണ, അരിയാണോ എന്നൊക്കെ വിചാരിച്ച് വായിച്ച കാര്യമില്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടിയാണ് പറയണത്. ഹരിണ ബഹുധ, അരിണ എന്നല്ല, ബഹുധ അരിണ, ബഹുധ അരിണ ചക്രത്താൽ ഹരേ, ഹരിയുടെ പ്രത്യേക വിസ്തീർണമുരോ വിഭൂതി. കോപത്തോടുകൂടി അസുരൻ പ്രത്യേത്യ നേരിട്ട് വന്ന് കഠോരമുഷ്ടിന, കോമണായിട്ട് വരുത്തുന്നതായ തെറ്റുകൾ പറയണത് എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ വരുത്താണ്ടിരിക്കാനാണ്. പ്രത്യേത്യ വിഭൂതിമത്, ശ്രീദേവിയുടെ സാന്നിധ്യമുള്ള ശ്രീമത്തായ, വിസ്തീർണം ഉര വിസ്താരമുള്ളതുമായ മാറിടത്തെ ഇടിച്ചിട്ട്, പ്രകൃത്യ ആഘാതം ഏൽപ്പിച്ചിട്ട്, നദൻ അന്തരധീയത അലറിക്കൊണ്ട് മറഞ്ഞു. ആ അസുരൻ എന്തു ചെയ്തു? ഭഗവാന്റെ മാറത്തേക്ക് ഒരു ഇടി. എങ്ങനത്തെ മാറ്? മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ഇടി മാറ്. മഹാലക്ഷ്മിയുടെ നേർക്ക് അക്രമം ചെയ്താൽ എന്താ ഉണ്ടാവുക? സർവനാശം ഫലം.
സംശയമുണ്ടോ ആ കാര്യത്തിൽ? അപ്പോൾ മഹാലക്ഷ്മിയുടെ ആവാസസ്ഥാനമായിരിക്കും. ലക്ഷ്മിയെ പൂജിച്ച സർവ്വമംഗളങ്ങളും ഉണ്ടാവിച്ചാൽ ലക്ഷ്മിയെ ദ്രോഹിച്ചാലോ സർവ്വ അപകടങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ മാറത്തേക്ക് അടിച്ചപ്പോൾ അടി എവിടെ കൊണ്ട്? ഇടി മഹാലക്ഷ്മിയുടെ മേലെ കൊണ്ടതേ. അത് ഭഗവാൻ സഹിക്കുമോ? ഭഗവാനെ തൊട്ടാൽ ചിലപ്പോൾ സഹിക്കും, പക്ഷേ ഭഗവതൻ്റെ പത്നിയെ തൊട്ടാൽ സഹിക്കില്ല. പ്രവൃദ്ധരോഷസ കഠോരമുഷ്ടിന മുട്ടി ചുരുട്ടി ഭഗവാന്റെ മാറത്തേക്ക് ഒരൊറ്റടി. നദൻ പ്രകൃതി അന്തരധീയതാസുര. എന്നിട്ടോ അന്തർധാനം ചെയ്തു, മായ പ്രയോഗിച്ചു. അവിടെ നിന്നാൽ തിരിച്ച് കിട്ടുമെന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ എന്ത് ചെയ്തു? അന്തരധീയതാസുര, എന്നാ നീ എന്നെ ഒന്ന് കണ്ടുപിടിക്കുക നീയെ എന്ന് ഭഗവാനെ വെല്ലുവിളിച്ച് മായ കൊണ്ട് മറഞ്ഞു ഭഗവാന്റെ അടുത്തേ. എല്ലാ മായയുടെയും അധിപനാണ് ഭഗവാൻ. കൃഷ്ണാവതാരത്തിൽ പ്രയോഗിച്ച മായയ്ക്ക് ഒരു കണക്കുമില്ല. ബ്രഹ്മാവടിയേറെ പറഞ്ഞു, മായിനാമഭിമായിനി. ഏത് വലിയ മായി എന്ന് പറഞ്ഞാൽ മായ കാണിക്കുന്നവൻ, അവനും അന്തം വിടുന്ന മായക്കാരനായ ഭഗവാന്റെ നേർക്ക് ചെപ്പടി വിദ്യ പ്രയോഗിച്ചു. തച്ച മലയാളത്തിൽ നമ്മൾ വെച്ചാൽ ഒടിയൻ്റെ മുമ്പിൽ മായം പ്രയോഗിക്കുക എന്ന് പറയും. വല്ല കാര്യമുണ്ടോ? ഭഗവാന്റെ മുമ്പിൽ നദൻ പ്രകൃതി അന്തരധീയത അസുര, മാറത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ച് അസുരൻ അന്തർധാനം ചെയ്തു. തേനേത്തമാകതക്ഷത്ര ഭഗവാൻ അതിസൂകര. കഥയൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് ഈ പേരിങ്ങനെ വിളിക്കുമ്പോൾ വാത്സല്യം. വിതുര ക്ഷത്ത, ക്ഷത്ത എന്ന് പറഞ്ഞാൽ ഹേ വിതുര. ശേഷം എന്തേണ്ടായി അറിയോ? അപ്പോൾ ആരോട് പറയണമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മൈത്രേയർ വിതുരനോട് പറയുകയാണ്. തേനേത്തം ആകതക്ഷത്ര പ്രകാരം അടിക്കപ്പെട്ട ഭഗവാൻ. എങ്ങനത്തെ ഭഗവാൻ? ആതിസൂകര, യജ്ഞവരാഗ സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ. നാ കമ്പതമനാക്വാപി. അനങ്ങിയില്ല. ഈ ഇടിയല്ല, ഇതിൻ്റെ അപ്പുറത്തെ ഇടി കിട്ടിയാലും ഭഗവാൻ അതൊന്നുമല്ല, പുല്ലുപോലെ തള്ളി. നാ കമ്പത, ഇളകിയില്ല. അകമ്പതയല്ല, കമ്പത. നാ കമ്പത, ഇളകിയില്ല. മനാക്വാപി സൃജാഹത ഇവ ദിപ. താടിക്കപ്പെട്ട ആനയെ എന്ന പോലെ എന്നർത്ഥം. ഒരു മാല കൊണ്ട് ഒരാനയെ അടിച്ചു എന്ന് വിചാരിക്കുക. ആനയ്ക്ക് വല്ലതും ഉണ്ടോ? നമ്മളെ തന്നെ മാല കൊണ്ട് അടിച്ചാൽ ഒന്നുമില്ല, ഉണ്ടോ? ഈ ആനയ്ക്ക് കാരക്കോല് മാത്രമേ കുറച്ചെങ്കിലും വേദനയുള്ളൂ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു എന്ത് വടി കൊണ്ട് അടിച്ചാലും ആനയ്ക്ക് തട്ടില്ല എന്ന്. അല്ലെങ്കിൽ ഈ കാര തന്നെ അന്വേഷിച്ച് പോകണ്ടല്ലോ, വേറെ എത്ര മരണ്ട ലോകത്തിൽ. കാരക്കോലുകൊണ്ട് അടിച്ചാൽ ലേശൊരു വളരെ കുറച്ച് വേദനിക്കുള്ളൂ എന്നാണ് പറയണം. കാരണം അതിൻ്റെ തോല അത്രയ്ക്കും ഉണ്ടേ. അപ്പോൾ മാലയുകൊണ്ട് അടിച്ചാലോ? സ്രജാഹത ഇവ ദീപ. ദീപ എന്ന് പറഞ്ഞാൽ ആന. മാലയുകൊണ്ട് അടിച്ച പോലെ തോന്നി ഭഗവാന്. ഒരു പ്രശ്നമില്ല എന്നർത്ഥം. സുഖരമൂർത്തിയാണ്. അതോ ഒരു ധാതൃജന്മായാം യോഗമായേശ്വരേ ഹരോ യാം വിലോക്യ പ്രജാത്രസ്ത മേനിരേസ്യോപ്യസംയമം. അഥ പിന്നീട് യോഗമായേശ്വരേ, യോഗമായേശ്വരനായ ഭഗവാനിൽ, വിഭക്തി ഇൽ എന്നുള്ളതാണ്. ഉരുധാമായാം, പലവിധമായേ, ഒന്നൊന്നുമില്ല, അന്തർധാനം ചെയ്യുക, കാണാനില്ലാണ്ടാവുക, കാണാതെ വന്ന് ഇടിക്കുക, അപ്പോൾ ഇവിടുന്ന് അടി കിട്ടി നിശ്ചയില്ലാണ്ടാവുക, തൻ്റെ രൂപങ്ങൾ മാറ്റുക, അസ്ഥി വർഷിക്കുക, മല വർഷിക്കുക, കല്ല് വർഷിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ്. മായാവിദ്യ ഉള്ളവർക്ക് പലതും ഇല്ലാത്തതുണ്ട് തോന്നിക്കാം, ഉള്ളതില്ല തോന്നിക്കാം. അപ്പോൾ അതിൽ പോയാൽ തലമുട്ടും, ഇല്ല എന്നാണ് തോന്നിക്കുക. അതൊക്കെ മായയിൽപ്പെടും. അതാണ് ബഹുവിധമായ മായയെ ആശ്രിച്ചത് സൃഷ്ടിച്ചു. ആരോ? ഹിരണ്യാക്ഷൻ. യാം വിലോക്യ, ഏതൊന്നിനെ കണ്ടിട്ട് ത്രസ്താ പ്രജ, ജനങ്ങൾ പേടിച്ചു. അവിടെ കൂടി നിൽക്കേണ്ട ദേവന്മാരും ബാക്കിയുള്ളവരൊക്കെ. ഇതിൻ്റെ നാശം, ഉപസംയമനം, ലോകത്തന്നെ നശിക്കുമോ എന്ന് പേടിച്ചു. അഗ്നിയൊക്കെ ഉണ്ടാവും ഈ ഇടയ്ക്ക്, അഗ്നി ഉണ്ടാവുക, ബോംബ് പ്രയോഗിച്ച പോലെ പൊട്ടിത്തെറുക്കി ചെതറുക, ചിലതൊക്കെ മല കീഴ്പ്പെട്ട് ഇങ്ങോട്ട് വന്ന് വീഴ്ത്തുക, തോന്നുക, തോന്നലാണ്. എല്ലാം സൃഷ്ടിച്ചു ഈ ഹിരണ്യാക്ഷൻ. ബഹുവിധമായ പ്രയോഗങ്ങൾ പരിഭ്രമിപ്പിക്കാൻ, മനസ്സാന്നിധ്യം തെറ്റിക്കാൻ അതൊക്കെ ചെയ്യണത്. ലോകം ഭയന്നു. ഇപ്പം ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുക ശരിയല്ലോ. അഥോരുധാസൃജത് മായാം,
മായയെ സൃഷ്ടിച്ചു. യോഗമായേശ്വരേ ഹരോ ആരില്ല ആണല്ലോ ആ പ്രയോഗം. മായയെ സൃഷ്ടിച്ചു മായാധീശനിൽ, എല്ലാ മായയുടെയും ആശാനായിട്ടുള്ള ഭഗവാനിൽ ചെപ്പിടി മായ പ്രയോഗിച്ചു. യോഗമായേശ്വരേ ഹരോ ഹരിയിൽ യാം വിലോക്യ പ്രജാസ്രസ്ത ആൾക്കാർ കാണികൾ പേടിച്ചു. ഭഗവാനുണ്ടോ പേടി? മേനിരേസ്യോപ്യസംയമം മേനിരെ ലോകം മുഴുവൻ നശിക്കോ, സംയമം നാശം ഭയന്നു. പ്രഭുർവായവച്ചണ്ടാത്തമപ്പാം സവമൈരയൻ ദിഭ്യോ നിപേതുഗ്രാവാണ ക്ഷേപണൈ പ്രഹിതായിവ. പിന്നെ ചിലതൊക്കെ പറയണു മായ എന്തൊക്കെയുണ്ടായി? ചണ്ടാഹ വായവ, വല്ലാത്ത ഉഷ്ണക്കാറ്റ്, മേല് തട്ടുമ്പോൾ തന്നെ ഇങ്ങനെ പൊള്ളും. വേനൽക്കാലത്തൊക്കെ ചില ചൂടൊക്കെ കാറ്റ് അടിച്ചാൽ നമുക്ക് അസഹ്യമാവും രാത്രിയൊക്കെ ഇല്ലേ ഉറങ്ങാൻ. അല്ല മാർച്ച് അവസാനം ഏപ്രിലൊക്കെ ആദ്യമൊക്കെ മഴയില്ലെങ്കിലേ വേനൽക്കാലത്തിൻ്റെ വിഷു ദിവസമൊക്കെ ബസ് കയറിയൊക്കെ അറിയാം എന്തൊരു ചൂടായിരിക്കുമല്ലേ, സഹിക്കാൻ പറ്റാത്ത ചൂട്. അതുപോലെ ഉഷ്ണക്കാറ്റുകൾ വീശുക, പ്രവവു കഠിനമായിട്ട് വീശി ക്രിയേണ പ്രവവും, പാംസവം തമ അതുപോലെ തന്നെ പൊടി ധാരാളം ഇങ്ങനെ പറക്കുക, തമഹ. അപ്പോൾ മൊത്തത്തിൽ അന്ധകാരം ഉണ്ടായി, ആകെ തമസ് വ്യാപിച്ചു, അന്ധകാരം ഉണ്ടാവുക. പച്ചപ്പകൽ അന്നടി ഇരുട്ടാവുക വെച്ചാലോ. ഐരയൻ അതുണ്ടാക്കി. എന്നിട്ടോ അന്ധകാരം, ഉഷ്ണക്കാറ്റ്, ക്ഷേപണൈ കവണകൾ കൊണ്ടുള്ള അടി എറിയപ്പെട്ട പോലെ തോന്നുക. കല്ലുകൾ വർഷിക്കുക. കുട്ടിച്ചാത്തനെയൊക്കെ പഴച്ചാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. കല്ലുകളുടെ പാദം ഭയങ്കരമാണ് അല്ലേ. കല്ല് വന്നിട്ട് തലയിൽ ഇങ്ങനെ വീഴുക പറഞ്ഞാൽ, അട്ടിക്കല്ല് വന്നിട്ട് ഇങ്ങനെ വീഴുക പറഞ്ഞാൽ എന്താവും അവസ്ഥ? ക്ഷേപണൈ കവണകൾ കൊണ്ടുള്ള കല്ലിൻ്റെ പ്രയോഗം, എറിയപ്പെട്ട അവസ്ഥ. ഗ്രാവാണ അതും ഗ്രാവാണ കല്ലുകൾ. നിപേതു പല ദിക്കുകളിൽ നിന്ന് കല്ലുകൾ വന്ന് വീഴുക. പ്രഭുർവായവച്ചണ്ട തമ പാംസവമൈരയൻ കല്ലുകൾ ഇങ്ങനെ വീഴുക, ഉഷ്ണക്കാറ്റ് വീശുക. ദിഭ്യോ നിപേതു ഗ്രാവാണ കല്ലുകൾ. ക്ഷേപണൈ പ്രഹിതായവ ക്ഷേപണം കവണ, കവണ വെച്ചിട്ട് എറിയണ പോലെ ശക്തിയുണ്ട്, വെറുതെ വീഴല്ല. ദ്യോർനട്ടപഗണ പ്രൗഹേ സവിദ്യുത്തനൈർനുഭേ വർഷഭി പൂയ കേശാതൃ വിൺമൂത്രാർസ്ഥീനി ചാർസകൃത്. പിന്നെ പറയണം എന്തൊക്കെ പിന്നെ ഉണ്ടായത്? ഇടിമിന്നൽ ഇല്ലാത്ത മിന്നലാണ് ഉണ്ടാക്കണത്. സവിദ്യുത്തനൈർനുഭേ തനൈർനുഭി ഇടിവെട്ടൽ, ഇടിമിന്നൽ, വിദ്യുത് വൈദ്യുതി എന്നാണ് വന്നത്. ആസകൃത് അടിക്കടി വൃത്തിയില്ലാത്ത വസ്തുക്കൾ വർഷിക്കുക. അമേദ്യം ചാത്തൻ അതും ഉണ്ടാവത്തില്ല, ചാത്തനേറിൽ അമേദ്യം വർഷിക്കപ്പെടാവും. വല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കിയാലേ. പൂയ കേശ ആസ്തൃക് വിൺമൂത്ര അസ്ഥീനി എന്തൊക്കെയാണ് വർഷിക്കുക എന്നാണെങ്കിൽ രോമങ്ങൾ വീഴുക, മുടി. പൂയം അമേദ്യം വിസർജ്യ വസ്തുക്കൾ, ആസൃക്ക് രോമവും, രക്തം അസൃക് എന്ന് പറഞ്ഞാൽ രക്തം, രക്തം വർഷിക്കുക, അസ്ഥി വർഷിക്കുക. ഭയങ്കര അവസ്ഥയാണ്. അസ്ഥി, മൂത്രം, മലമൂത്രാദികൾ, ചോര മുതലായിട്ടുള്ളതൊക്കെ ആകാശത്തു നിന്നിങ്ങനെ വീഴുക. അബ്രൗഹേർ മേഘങ്ങളാൽ ആകാശം കാണപ്പെടാതിരിക്കുന്ന, മേഘങ്ങൾ മൂടിയിട്ട് ആകാശമൊന്നും ശരിക്ക് കാണുന്നു തന്നെ ഇല്ല. മേഘങ്ങളാൽ മേഘാവൃതമായി. നക്ഷത്ര സമൂഹങ്ങളെയും മറച്ചു. മേഘങ്ങളാൽ ആകാശത്തെയും നക്ഷത്രത്തെയും ഇവൻ മറച്ചു. മായാപ്രയോഗമാണ്. നഷ്ടഭഗണ അബ്രൗഹേ അഭ്രം മേഘം, മേഘത്തെ മറച്ചു. നഷ്ടഗണ അപ്രൗഹേ ഭഗണ അപ്രൗഹേ സവിദ്യുത്തനൈർനുഭേ വർഷഭേ പൂയകേശ ആതൃക് മലമൂത്രാദികളെ, രക്തം, അസ്ഥി മുതലായിട്ടത് ആകാശത്തു നിന്ന് വീഴുക. രക്തം, അസ്ഥി അതുപോലെ തന്നെ മുതലായിട്ടതൊക്കെ വീണു. മുടിയുണ്ട്, വീണിട്ടുള്ളതായിട്ടുള്ള മായ അസുരം പ്രയോഗിച്ചു. പിന്നെയോ ഗിരയ പ്രത്യദൃശ്യന്ത നാനായുധമുചോനഘ ദിഗ്വാസസോയാതു ധാന്യശൂലിന്യോ മുക്തമൂർധജ. അല്ലെ അനഘ വിദുരനെ വിളിക്കണം. ഗിരയ പർവ്വതങ്ങൾ, നാനായുധമുച ബഹുവിധത്തിലുള്ള ആയുധങ്ങളെ അയക്കുന്നതായിട്ട് കാണപ്പെട്ടു.
പർവ്വതങ്ങളിൽ നിന്ന് വാളും കുന്തവും മറ്റ് ആയുധങ്ങളൊക്കെ അങ്ങനെ പുറപ്പെട്ടു വരിക, അങ്ങനെ തോന്നുക. അനഘ എന്ന് വിളിച്ചുകൊണ്ട് ഗിരയ നാനായുധം, പല ആയുധങ്ങളും പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ ഭഗവാന്റെ നേർക്ക് വരുന്നതായിട്ട് കാണുക. ദിഗ്വാസസ, പിന്നെ ചില ആൾക്കാരെ കണ്ടു. അവരെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വസ്ത്രമില്ലാത്തവർ, വിവസ്ത്രന്മാർ, നഗ്നന്മാരായിട്ടുള്ള രൂപങ്ങൾ. പിന്നെയോ ശൂലം കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നാണ് എന്ത് പറഞ്ഞത്. മുക്തമൂർധജ, തലമുടി അഴിച്ചിടുന്നവർ. പണ്ടൊക്കെ ഈ പുരുഷന്മാരും തലമുടി വളർത്തിയിരുന്നു എന്നാണ്. വെട്ടണ പരിപാടിയില്ല. വെട്ടിയാൽ അത് അപമാനിച്ചതിന് തുല്യമാണ്. മുടി വെട്ടി കഷണ്ടിയാക്കി റോട്ടിൽ കൂടെ നടത്തുക. മുടി മുറിക്കാനുള്ളതല്ല എന്നാണ്, പണ്ട് ചെയ്തിരുന്നില്ല. എന്തോ ആവട്ടെ, മുടി മുറിക്കാത്തവരും പിന്നെ നഗ്നരും ഭയാനക സ്വരൂപികളും ആയി ശൂലം കയ്യിൽ പിടിച്ചിട്ടുള്ള ആളുകളെയും ആ അസുരൻ സൃഷ്ടിച്ചു. ഗിരയ, ആ പർവ്വതങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇങ്ങനെ വരിക. ഗിരയ പ്രത്യദൃശ്യന്താനായുധ മുജോ അനഘ, മുജോ എന്ന് മോചിക്കപ്പെട്ട വിട്ട. ദിഗ്വാസസോയാതുധാന്യ, ദിക്കുകൾ വസ്ത്രങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാത്തവർ. ശൂലിന്യോ മുക്തമൂർധജ ബഹുപരിയട്ടലക്ഷോഭിപത്യശ്വരത കുഞ്ചരൈ ആതതായിഭിർ ഉത്രിട്ട ഹിംസ്ര വാചോതി വൈശസ. ആതതായിഭി, ആയുധം ധരിച്ചവർ. ആതതായിഭി, ആതതായിഭി ആയുധം ധരിച്ചവർ പലരും ഉണ്ട്. ബഹുബി, യക്ഷരക്ഷോഭി, അനേകം യക്ഷരക്ഷസുകൾ, അങ്ങനെയുള്ള സത്വങ്ങൾ. അശ്വരത കുഞ്ചരി, പത്യശ്വരത കുഞ്ചരി, പലതരത്തിലുള്ള സൈന്യങ്ങളാണത്. പത്തി എന്ന് പറഞ്ഞാൽ കാലാൾ എന്നാണ് അർത്ഥം വരിക. പത്രിയല്ല കേട്ടോ, പത്രി പറഞ്ഞാൽ അസ്ത്രമാണ്. പത്തി കാലാൾ. പണ്ടൊക്കെ ചതുരംഗപ്പടയണ കാലാൾ, രഥം, കുതിര, അശ്വം കുതിര, രഥം, തേര്, കുഞ്ചരം, ആന. ചതുരംഗപ്പടയോട് കൂടിയിട്ടുള്ള സൈന്യങ്ങളെയും ഇല്ലാത്തത് ഉണ്ടാക്കി അസുരൻ. ബഹുപരി യക്ഷരക്ഷോഭി, യക്ഷരക്ഷസുകൾ. അവയിൽ കാലാളുണ്ട്, പത്തി, അശ്വമുണ്ട്, കുതിര, രഥമുണ്ട്, രഥം, കുഞ്ചര, ആന. പത്യശ്വരത കുഞ്ചരീ ആതതായി അക്രമകാരികൾ. ഹിംസ്ര വാചോതി വൈശസ, പലതരത്തിലുള്ള ലഹളയ്ക്ക് ഉണ്ടാക്കുന്നവരും ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നവരും അതിക്രൂരമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, എതിരിടാൻ വാ, എന്നെ ഞാൻ കാണിച്ചു തരാം, കഷ്ണം കഷ്ണാക്കി ഇപ്പം മുറിച്ചു തരാം. പ്രകാരമുള്ള ക്രൂരവാക്കുകൾ പറയുന്ന അതിസത്വങ്ങളെയും ഹിരണ്യാക്ഷൻ മായ കൊണ്ട് സൃഷ്ടിച്ചു. ബഹുപരിയട്ടലക്ഷോഭിപത്യശ്വരത കുഞ്ചരീ ആതതായി ഉസൃഷ്ട ഹിംസ്ര വാചോ അതിവൈശസ, ഭയങ്കരമായിട്ടുള്ള വാക്കുകൾ ഇവർ പറഞ്ഞിരുന്നു. പ്രാതുഷ്കൃതാനാം മായാനാമാസുരീണാം വിനാശയൻ സുദർശനാത്രം ഭഗവാൻ പ്രായുക്തം ത്രിപാത്. ഇവിടെ ഒറ്റ വഴിയുള്ള സുദർശനം എല്ലാ ശത്രുക്കൾക്കും മരുന്നാണ്, പ്രതിക്രിയയാണ് സുദർശനം. സുദർശന ഹോമം നടത്തിയാൽ ഒരു ആൾക്കും പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. മന്ത്രമൊക്കെ ഉണ്ട്, സുദർശന മന്ത്രം, ഓം ഫട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മന്ത്രമാണത്, സുദർശന മന്ത്രം. ഭഗവാനെ തന്നെയാണ് സ്തുതിക്കുന്നത്. ഭഗവാന്റെ ആയുധങ്ങളൊക്കെ ഭഗവാനെ പോലെ തന്നെയാണ്. ദുഷ്കൃതാനാം, അവിടെ പ്രത്യക്ഷീഭവിച്ചതായ ഭഗവാൻ സ്മരിച്ചപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നേരത്തെ പറയുണ്ടായി. ആ പ്രത്യക്ഷീഭവിക്കുക. ദുഷ്കൃതാനാം ആസുരീണാം മായാനാം, അസുരൻ പ്രയോഗിച്ച മായകളെ വിനാശയൻ നശിപ്പിക്കുവാൻ ഭാവിച്ച ത്രിപാത് ഭഗവാൻ വരാഹമൂർത്തി സുദർശനം പ്രയോഗിച്ചു. അപ്പം സർവമായും പൊളിഞ്ഞു. ഇതൊക്കെ കളവാണ് എന്ന് വ്യക്തമായി കാണാൻ പറ്റി സുദർശനം കൊണ്ട്. ദുഷ്കൃതാനാം, അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള സുദർശന ചക്രം ഈ മായയെ മുഴുവൻ നിഷ്പ്രഭമാക്കി. പ്രാദുഷ്കൃതാനാം മായാനാമാസുരീണാം, അസുരൻ്റെ മായകളെ വിനാശയൻ നാശിപ്പിച്ചു. സുദർശനാസ്ത്രം ഭഗവാൻ പ്രായുക്തം ത്രിപാത്,
സുദർശന ചക്രത്തെ ഉപയോഗിച്ച് അതിനെ മുഴുവനെ നിഷ്പ്രഭമാക്കി എന്ന് പറയാണ്. അങ്ങനെ യുദ്ധം തുടരുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.